അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മുളകും പച്ചമുളകും ഒക്കെ പറിച്ചെടുക്കാൻ വേണ്ടി പോവാവേ. അപ്പോൾ ഈ മുളക് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2-3 എണ്ണമൊക്കെ പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും വിത്തിനൊക്കെ ആയിട്ട് എടുക്കും. ഇതിന് നീമുളകെന്ന് പറയും കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഇത് നേരത്തെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നല്ല ഒരു ടേസ്റ്റുള്ള മുളകാണ്, പക്ഷെ നല്ല എരിവുമാണ് കേട്ടോ ഇതിന്. നല്ല എരിവാണ്. അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കറി വെക്കാൻ എടുക്കാറുള്ളത്. പൊതുവെ നമ്മളിത് തോരനാണ് എടുക്കാറുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മുളകാണ്, പക്ഷെ വേറെ പച്ചക്കറിയുടെ കൂടെ ഒന്നും നമ്മൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരുന്ന പാത്രം ഇത് ഇത്ര ഉള്ള ഒരു പാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അവസാനം പറിച്ച് വന്നപ്പം ഒരുപാടായി. അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ മുളകുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണാത്തൊക്കെ ആയിട്ട് മുളക് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം ഇത് ഇത്രയും മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അപ്പോൾ ഇന്ന് അത്യാവശ്യം നമ്മൾ തോട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങി പച്ചക്കറിയൊക്കെ പറിക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇതേ കൃഷിക്കാരി അവിടെ പാവയ്ക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പച്ചമുളകും പറിക്കാറായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തൊടുന്ന സമയത്ത് തന്നെ അത്യാവശ്യം കയ്യിലേക്ക് പോരുന്ന ഒരു അവസ്ഥയിൽ പച്ചമുളക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പച്ചമുളക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് പച്ചമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മൂത്ത് കിടക്കുമായിരുന്നു കേട്ടോ പച്ചമുളക്. അപ്പോൾ പച്ചമുളകും നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് മൊത്തം ഈ ഒരളവിൽ നമുക്ക് പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 2 ആഴ്ചത്തേക്ക് നമുക്കിനി പച്ചമുളകൊന്നും മേടിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ മൊത്തം നമുക്ക് ഇത്രയും ഉണ്ടമുളകും പച്ചമുളകും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് കുറച്ച് പാവയ്ക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.